ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 35-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീകൃഷ്ണ ഉവാച നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിനഃ യദി സത്യഗിരസ്തർഹി സമക്ഷം പശ്യ മേ മുഖം. ഇനി യശോദാമ്മയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഭഗവാൻ ദാ പറഞ്ഞു തുടങ്ങി. എന്താ? നാഹം ഭക്ഷിതവാനംബ. നാഹം ന അഹം. ന എന്ന് പറഞ്ഞാൽ ഇല്ല, അഹം ഞാനില്ല. എന്താ? ഭക്ഷിതവാനംബ. അമ്പ ഇവിടെ ഭക്ഷിതവാൻ, അമ്പ രണ്ട് വാക്കുകളുണ്ട്. ഭക്ഷിതവാൻ എന്ന് പറഞ്ഞാൽ തിന്നു എന്നുള്ളത്. ഇവിടെ ന ഭക്ഷിതവാൻ, തിന്നിട്ടില്ല. അമ്പ അല്ലയോ അമ്മേ ഞാൻ തിന്നിട്ടില്ല അമ്മേ, മണ്ണ് തിന്നിട്ടില്ല അമ്മേ. സർവേ മിഥ്യാഭിശംസിനഃ. ഞാൻ തിന്നിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം എന്താ? അമ്മ പറഞ്ഞത് എന്തിനാ ഉണ്ണി തിന്നതെന്ന് മാത്രമല്ല, നിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനും മറ്റു ഗോപകുമാരന്മാരും വന്ന് പറഞ്ഞുവല്ലോ എന്നുകൂടി അമ്മ ചേർത്തതുകൊണ്ട് അതിനുള്ള മറുപടിയും കൂടി പറയുകയാണ്. സർവേ മിഥ്യാഭിശംസിനഃ. സർവേ എല്ലാവരും മിഥ്യാഭിശംസിനഃ. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക, പറയുക അല്ലേ? മിഥ്യ അഭിശംസിനഃ. അങ്ങനെ വന്ന് പറയുന്നതാണമ്മേ. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് വന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നുണയാണ് പറയുന്നത്. ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മേ. യദി സത്യഗിരസ്തർഹി. യദി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ, സത്യഗിരഹ, അങ്ങനെ അവർ സത്യം പറയുകയാണ്. ഗിര എന്ന് പറഞ്ഞാൽ വാക്കുകൾ. സത്യഗിരഹ, അവർ സത്യമായിട്ടുള്ളതാണ് പറയുന്നതെങ്കിൽ, തർഹി, ഇവിടെ സത്യഗിര തർഹി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സത്യഗിരസ്തർഹി. തർഹി എന്ന് പറഞ്ഞാൽ എന്നാൽ, അവർ സത്യമാണ് പറയുന്നതെങ്കിൽ, എന്നാൽ സമക്ഷം പശ്യമേ മുഖം. സമക്ഷം അവരുടെ മുമ്പേ, ഈ പറഞ്ഞവരുടെയൊക്കെ മുൻപിൽ, പശ്യ നോക്കിയാലും അമ്മ കണ്ടാലും എന്താ? മേ മുഖം, എൻ്റെ മുഖത്തെ നോക്ക്. അപ്പോൾ ഞാൻ മണ്ണ് തിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് കാണണം, എൻ്റെ വായിൽ കാണണം. അപ്പോൾ അമ്മ ഞാൻ മണ്ണ് തിന്നിട്ടില്ല. ഇനി അവർ വെറുതെ വന്ന് നുണ പറയുകയാണ് അമ്മയോട്. അങ്ങനെ ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ അമ്മ നോക്ക്, എൻ്റെ മുഖത്തോ വായിലോ എവിടെയെങ്കിലും മണ്ണുണ്ടോ എന്ന് അമ്മയൊന്ന് നോക്കിക്കേ എന്ന് ഇവിടെ ഉണ്ണി വളരെ തൻ്റെ സത്യസന്ധത ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്രയും കൂടി പറഞ്ഞു. അമ്മ എൻ്റെ വായിൽ നോക്കിക്കോ, അമ്മ എൻ്റെ മുഖത്ത് നോക്കിക്കേ. ഞാൻ അങ്ങനെ മണ്ണ് തിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്തും വായിലും കാണണമല്ലോ. എവിടെയാ ഭഗവാന്റെ മുഖത്തും വായിലും കാണുക അല്ലേ? നമ്മൾ പറഞ്ഞ പോലെ പ്രളയാവസാന കാലത്ത് ക്ഷിതി തോയാതി സമസ്ത ഭക്ഷിണ. ക്ഷിതിയും തോയവും മാത്രമല്ല, ഈ പ്രപഞ്ചവും സമുദ്രങ്ങളും ഒന്നടങ്കം മാത്രമല്ല, സമസ്ത ഭക്ഷിണ, എല്ലാത്തിനെയും തൻ്റെ ഉള്ളിലാക്കുന്ന ആ ഭഗവാന്റെ വായിൽ എങ്ങനെയാ ഇത്തിരി കണ്ട് മണ്ണ് കാണുക അമ്മ അല്ലേ? എല്ലാം തൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇവിടെ എന്നിട്ടും അമ്മയോട് പറഞ്ഞു, ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മേ. ഈ ജ്യേഷ്ഠനും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് നുണയാണ്, ഇല്ലാത്തതാണ്, മിഥ്യയാണ് തൻ്റെ ചുറ്റിനുമുള്ളത്. അമ്മ കാണുന്നത്, അമ്മ കേട്ടതൊക്കെ മിഥ്യയാണ്. നോക്കൂ, ഇവിടെ ഈ വിശ്വം തന്നെയും ഒരു മിഥ്യയാണ് അല്ലേ? ഈ ദേഹത്തിലിരിക്കുമ്പോൾ തോന്നുന്നതാണ് പ്രപഞ്ചമുണ്ട് എന്നുള്ളത്. കാരണം ഓരോ ദേഹവും ത്യജിച്ച് പ്രാണൻ പോയി കഴിയുമ്പോൾ ആ പ്രാണന് ഈ ദേഹത്തിലിരിക്കുമ്പോൾ അനുഭവപ്പെട്ടിരുന്ന പ്രപഞ്ചം അതോടെ ഇല്ലാതെയാവുകയാണ്. അപ്പോൾ ഓരോ ജീവനും ഓരോ സൃഷ്ടിക്കും ഉണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചം ആ ശരീരത്തിൽ, ആ ദേഹത്തിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ ആ ദേഹത്തിലിരിക്കുമ്പോൾ മാത്രം ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒന്ന് അതിനു മുൻപും അതിന് ശേഷവും അത് അങ്ങനെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഞാനും ഈ ദേഹസംബന്ധമായ വിഷയങ്ങൾ, ബന്ധങ്ങൾ അല്ലേ, നമ്മുടെ ഈ ദേഹസംബന്ധിയായിട്ടുള്ള ബന്ധനങ്ങളിൽ നിലകൊള്ളുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രപഞ്ചം. അതിനപ്പുറമുള്ള ഒരു പ്രപഞ്ചം നമ്മുടെ സങ്കല്പത്തിലില്ല തന്നെ. ഇന്ന്
നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ, നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ളവർ, അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരുമായി ബന്ധിച്ച് നിൽക്കുന്ന ഒരു പ്രപഞ്ചം മാത്രമേ നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ളൂ. അതിനപ്പുറമുള്ള ഒരു ലോകം നമ്മളെ സ്വാധീനിക്കുന്നതേയില്ല. നമ്മളെ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല. അതുണ്ടാവാം, ഇല്ലാവാം, രണ്ടായിരുന്നാലും അത് നമ്മളെ യാതൊരു തരത്തിലും അത് ബാധിക്കാത്തതുപോലെ. അപ്പോൾ ഈ ഒരു ദേഹസംബന്ധമായ വിഷയങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും അതിനോട് ബന്ധപ്പെട്ടതായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ സങ്കല്പത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രപഞ്ചവും ഈ ദേഹം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ. അതാകട്ടെ ഏത് നിമിഷവും ഇല്ലാതെയാകാവുന്ന ജലത്തിലെ ഒരു കുമിള പോലെ മാത്രമേ ഉള്ളൂ. ഉണ്ടാകുന്നതും ഇല്ലാതെയാകുന്നതും ആ ജലത്തിൽ തന്നെയാണ്, ആ ജലത്തിലെ കുമിള. അതേപോലെ ഭഗവാൻ എന്ന ആ പരമാത്മ ചൈതന്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കുമിള പോലെ പൊങ്ങി വരുന്ന ഓരോ ജീവാത്മാവും, ആ ജീവാത്മാവ് കുടികൊള്ളുന്ന ദേഹത്തിൽ ഇരുന്നു കൊണ്ടുണ്ടെന്ന് തോന്നുന്ന ഈ പ്രപഞ്ചം അത് ഇല്ലാത്തതാണ്. ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും വേറിട്ടൊരു പ്രപഞ്ചം ഇല്ല തന്നെ എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ആ ഒരു തത്വത്തെ കാണിച്ചു തരികയാണ്. ഈ ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തിരുന്ന പ്രപഞ്ചമൊക്കെ എവിടെ പോകുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിനു മുൻപ് അതൊക്കെ എവിടെയായിരുന്നുവോ അവിടെ തന്നെയാണ് അതിന് ശേഷവുമുള്ളത്. നമ്മുടേതെന്ന് നമ്മൾ ഒരു ബൗണ്ടറി കെട്ടി, ഒരു വേലി കെട്ടി പരിമിതപ്പെടുത്തി നമ്മൾ സങ്കല്പിച്ചു വെച്ചിരുന്ന ലോകമൊക്കെ അത് മിഥ്യയായിരുന്നു. ഇതൊന്നും നമ്മുടേതല്ല. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് പോലും ആ പരമാത്മ ചൈതന്യത്തിൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ്. സർവ്വയിടവും നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാൻ ഒന്ന് മാത്രമാണ്. അതിൽ നിന്ന് വേറിട്ടൊന്നില്ല. ഭഗവാന്റെ നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യത്തെ നാമം തന്നെ വിശ്വം എന്നുള്ളതാണ്. അതായത് ഈ പ്രപഞ്ചം തന്നെയാണ് ഭഗവാൻ, അഥവാ പ്രപഞ്ചം എന്ന് നമ്മൾ പറയുന്നത് ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. അതിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചത്തെ, ഒരു ലോകത്തെ നമ്മൾ കാണുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്. ഈ ഒരു തത്വത്തെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു ശ്ലോകത്തിൽ കൂടി കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ മണ്ണ് തിന്നിട്ടില്ല. കാരണം ആ മണ്ണും എന്നിലാണ് നിലകൊള്ളുന്നത്. ഈ ഭൂമിയും ഈ തോയവും എല്ലാം എന്നിലാണ് നിലകൊള്ളുന്നത്. അത് ഞാൻ പ്രത്യേകിച്ചെടുത്ത് ഭക്ഷിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിത് ഭക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കള്ളം പറയുകയാണ്, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറയുകയാണ്, കാണിച്ചു തരികയാണ്. ഇതാണ് നമ്മുടെ ചുറ്റിനുമുള്ള ഒരു സമൂഹം, അല്ലെങ്കിൽ ഈ ലോകം നമുക്ക് ഉണ്ടെന്ന് കാണിച്ചു തരുന്നത്. അത് മിഥ്യയാണ്, മിഥ്യയാണ് ഈ പ്രപഞ്ചം പോലും എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, അവർ പറയുന്നത് സത്യമായിരുന്നുവെങ്കിൽ എൻ്റെ മുഖത്തോ എൻ്റെ വായിലോ അത് കാണേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നതിലൂടെ ഭഗവാൻ താൻ പറയുന്ന വാക്കുകളുടെ സത്യം, തത്വം ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമുക്കൊന്നുകൂടി ആ ശ്ലോകം നോക്കാം. നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിനഃ യദി സത്യഗിരസ്തർഹി സമക്ഷം പശ്യ മേ മുഖം. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷിതവാനംബ, അവിടെ അംബ എന്നുള്ള ഭക്ഷിതവാൻ അംബ ആണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ മിഥ്യാഭിശംസിനഃ, അവിടെ വിസർഗം ശ്രദ്ധിക്കുക. അതുപോലെ മിഥ്യാഭി. പിന്നെ അടുത്തത് യദി സത്യഗിരസ്തർഹി, അവിടെ ഇർ എന്നുള്ളത് രകാരം കൊടുത്ത് വായിക്കുക. റായുടെ ഒരു ഉച്ചാരണം വേണ്ട, രായാണ്, സ്തർഹിയാണ് എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. ഇതിത്രയാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് 36-ാമത്തെ ശ്ലോകമാണ്.
യദ്യേവം തർഹി വ്യാദേഹീത്യുക്തഃ സ ഭഗവാൻ ഹരി വ്യാദത്താവ്യാഹതൈശ്വര്യ ക്രീഡാമനുജബാലക. യദ്യേവം, യതി ഏവമാണ്, യദ്യേവം യതി അങ്ങനെയാണെങ്കിൽ, ഏവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, തർഹി, ഇവിടെ തർഹി എന്നാൽ എന്നാൽ. അപ്പോൾ അവർ പറയുന്നതൊക്കെയാണ് സത്യം എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ, വ്യാദേഹി ഇത്യുക്തഃ, വ്യാദേഹി ഇതി ഉക്തഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വ്യാദേഹി ഇത്യുക്തഃ. വ്യാദേഹി എന്ന് പറഞ്ഞാൽ വായ തുറക്കാം, വായൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞു വായ തുറക്കാം. ഇതി എന്ന ഉക്തഃ പറയപ്പെട്ട സ ഭഗവാൻ ഹരി. സ എന്ന് പറഞ്ഞാൽ ഇവിടെ അവൻ എന്നുള്ള ഇവിടെ ഇവിടെ ആരാ? ഭഗവാൻ ഹരിഹി, ആ സാക്ഷാൽ ഹരിയായിട്ടുള്ള ആ ഭഗവാൻ, ആ കൃഷ്ണനുണ്ണി, വ്യാദത്താവ്യാഹതൈശ്വര്യ, ഇവിടെ വ്യാദത്ത അവ്യാഹത ഐശ്വര്യ, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. വ്യാദത്ത എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ട് വായ അങ്ങ് തുറന്നു ആ കൃഷ്ണനുണ്ണി, ആ സാക്ഷാൽ ഭഗവാൻ തൻ്റെ വായങ്ങോട്ട്, ആ ഉണ്ണി വായങ്ങോട്ട് തുറന്നു. അവ്യാഹത ഐശ്വര്യ, അവ്യാഹത എന്ന് പറഞ്ഞാൽ ഒരു കുറവുകളും ഇല്ലാത്തതായിട്ടുള്ള ഐശ്വര്യ. എന്തിനു കുറവില്ലാത്ത? ഐശ്വര്യത്തിന്. ഐശ്വര്യങ്ങൾക്കൊന്നും കുറവില്ലാത്തതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ധാരാളം ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ ശ്രീ ചേർന്ന് നിൽക്കുന്നത് ആ ഭഗവാനിലാണ്, അല്ലേ? ആ ഭഗവാനിൽ ഐശ്വര്യത്തിനൊരു കുറവുമില്ലാത്ത ആ ഭഗവാൻ ക്രീഡാമനുജബാലക. ക്രീഡ എന്ന് പറഞ്ഞ ഒരു ലീലയാണ്. എങ്ങനെ? മനുജബാലക, ആ ഒരു ഉണ്ണിയായിട്ട്, അതും മനുഷ്യകുലത്തിൽ വന്ന് പിറന്നിട്ട് ഒരു ബാലകനായിട്ട് ആടിയ ഒരു ലീലയായിരുന്നു അത്. ആ ഒരു ലീലയ്ക്കായിക്കൊണ്ട് ആ ഭഗവാൻ തൻ്റെ വായങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുത്തു ആ യശോദാമയെ. അപ്പോൾ ഇവിടെ ഉണ്ണി തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വായിലും മുഖത്തുമൊക്കെ മണ്ണ് കാണണ്ടേ അമ്മേ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും തോന്നി ആ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഉണ്ണിയുടെ വായ തുറന്ന് നോക്കിയാൽ മതിയല്ലോ, മണ്ണ് തിന്നിട്ടുണ്ടോ എന്നറിയാമല്ലോ. അമ്മ എന്താ പറഞ്ഞേ? വായ തുറക്കൂ ഉണ്ണിയെ. ഇത് പറഞ്ഞതും ആ ഉണ്ണി വായ അങ്ങോട്ട് തുറന്നു. അങ്ങനെ നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ മണ്ണ് തിന്നിട്ടില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വായ തുറക്കൂ എന്ന് പറഞ്ഞ് വായ തുറന്നതും ആരാ അവിടെ വായ തുറന്ന് ഈ യശോദാമ്മയെ കാണിക്കുന്നത്? സർവ്വ ഐശ്വര്യങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാനാണ് തൻ്റെ ആ വായ ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. എങ്ങനെയാ ലീലയാടിയത്? ഒരു മാനുഷബാലനായിട്ട്, കപടമാനുഷബാലനായിട്ട് ഇവിടെ വന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ ലീലയാടുകയായിരുന്നു. ആ വായ അങ്ങോട്ട് ആ യശോദാമ്മയുടെ മുൻപിൽ തുറന്ന് കാണിച്ചു കൊടുത്തു. ഇനിയും അമ്മയ്ക്ക് വിശ്വാസമായില്ലേ ഞാൻ പറയുന്നത് കള്ളമല്ല എന്നുള്ള ഭാവത്തിൽ അമ്മയെ ഒന്ന് വിശ്വസിപ്പിക്കാം എന്ന് കരുതി ഇവിടെ എടുത്തു പറഞ്ഞു, ഇത് കപട മാനുഷ ബാലവേഷം കെട്ടി വന്ന ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാന്റെ ലീലയാണ് വായ തുറന്നത്. എന്ത് മുൻകൂട്ടി വ്യാസഭഗവാൻ പറയുകയാണ്. കാരണം ആ ശ്രീഹരി ഭഗവാന്റെ ലീലയാണ് എന്നെടുത്ത് പറയാൻ കാരണം വായ തുറന്ന് അമ്മയെ കാണിച്ചു കൊടുത്തത് ഭഗവാന്റെ ലീല തന്നെയായിരുന്നു. കാരണം ആ വായ്ക്കുള്ളിൽ കണ്ട കാഴ്ച താൻ ആരാണ്, തൻ്റെ തത്വം എന്താണ്, താൻ പറഞ്ഞത് കള്ളമല്ല എന്ന് ആ യശോദാമ്മയെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് ഇവിടെ മുൻകൂട്ടി വ്യാസഭഗവാൻ പറഞ്ഞു, ഇത് ആ
കാപട്യം നിറഞ്ഞ ആ കള്ളകൃഷ്ണൻ്റെ ലീല തന്നെയാണ് ഇവിടെ ഈ കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു വെച്ചു. കാരണം ബാക്കി ഇനിയും പറയാൻ പോകുന്നുണ്ട്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യദ്യേവം തർഹി വ്യാദേഹീത്യുക്തഃ സ ഭഗവാൻ ഹരി വ്യാദത്താവ്യാഹതൈശ്വര്യ ക്രീഡാമനുജബാലക. ഇവിടെ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വ്യാദേഹീത്യുക്ത, അവിടെ വ്യാദേഹി ഇതി ഉക്തഃ ആണ്. വ്യാദേഹീത്യുക്തഃ, അത് ഇതി ഉക്ത, അവിടെ രണ്ടിടത്തും ശ്രദ്ധിക്കുക. അതുപോലെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ഹരി, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് വ്യാദത്താവ്യാഹതൈശ്വര്യ, അവ്യാഹത ഐശ്വര്യമാണ്. അവിടെ വ്യാദത്താവ്യാഹതൈശ്വര്യ, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ക്രീഡാമനുജബാലക, അവിടെയും വിസർഗവുമുണ്ട്, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 37ാമത്തെ ശ്ലോകമാണ്. സാ തത്ര ദദൃശേ വിശ്വം ജഗത് സ്ഥാസ്നു ചഖം ദിശ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം സവായുവഗ്നീന്ദുതാരകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു ശ്ലോകത്തിലാണ് വ്യാസഭഗവാൻ പറയുന്നത് ആ കൃഷ്ണനുണ്ണി തൻ്റെ വായ്ക്കുള്ളിൽ എന്തൊക്കെയാണ് ആ യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത് എന്ന് പറയുകയാണ്. അതായത് ആ വിശ്വരൂപ ദർശനം ആ ഉണ്ണി വായ്ക്കുള്ളിൽ യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. തൻ്റെ തത്വം എന്താണെന്ന്, താൻ ആരാണെന്ന് യശോദാമ്മയ്ക്ക് നന്നേ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു ലീലയിലൂടെ ഭഗവാൻ. നമുക്ക് നോക്കാം എന്താണ് യശോദാമ്മ കണ്ടതെന്ന്. സാ തത്ര ദദൃശേ വിശ്വം. സാ, ഇവിടെ ആ യശോദാമ്മ, തത്ര, അവിടെ എന്ന് പറഞ്ഞാൽ ആ വായ്ക്കുള്ളിൽ, ദദൃശേ, കണ്ടു. എന്താ കണ്ടത്? വിശ്വം, ഈ വിശ്വത്തെ മുഴുവനാണ് കണ്ടത്. ഈ വിശ്വത്തെയും പിന്നെയോ ജഗത് സ്ഥാസ്നു ച ഖം ദിശഃ. ജഗത് എന്ന് പറഞ്ഞാൽ ജംഗമങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും, സ്ഥാസ്നു, സ്ഥാസ്നു എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ സ്ഥിരമായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ, അതായത് നമ്മൾ പറയില്ലേ സ്ഥാവരങ്ങളായിട്ടുള്ള വസ്തുക്കൾ. അതേപോലെ ച ഖം ദിശഃ, ച പിന്നെയോ ഖം, ഖം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ദിശ ദിക്കുകൾ, അന്തരീക്ഷത്തെയും ദിക്കുകളെയും ഇവിടെയുള്ള സകല സ്ഥാവര വസ്തുക്കളെയും ജഗത്തിനെയും ഈ വിശ്വത്തെ തന്നെയും പിന്നെയോ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം, സ അദ്രിദ്വീപ അബ്ധി ഭൂഗോളം. സ പിന്നെയോ അതിൻ്റെ കൂടെ പിന്നെ എന്തൊക്കെയാണ് കണ്ടത്? അദ്രി, അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, ദ്വീപ ദ്വീപുകൾ, അബ്ധി സമുദ്രങ്ങൾ, പിന്നെയോ ഭൂഗോളം. ഇവയോടൊക്കെ ചേർന്ന് ഇതൊക്കെ നിൽക്കുന്ന ഈ ഭൂഗോളത്തെ തന്നെയും, നോക്കൂ, നദികൾ, പർവ്വതങ്ങൾ, ദ്വീപുകൾ, സമുദ്രങ്ങൾ, ഇവയെല്ലാം നിലനിൽക്കുന്ന ഈ ഭൂഗോളത്തെ തന്നെയും കഴിഞ്ഞില്ല. സ വായുവഗ്നീന്ദു താരകം. സ പിന്നെയോ കഴിഞ്ഞില്ല, വായു, അഗ്നി, ഇന്ദു, താരകം. ഈ വായുമണ്ഡലത്തെയും അതേപോലെ അഗ്നി, അഗ്നിയേയ, ഇന്ദു, ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനേയ, താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്ര സമൂഹത്തെയും ഭഗവാനെ അവിടുത്തെ വായ്ക്കുള്ളിൽ ആ യശോദാമ്മ കണ്ടു. അപ്പോൾ യശോദാമ്മ എന്തേ വിചാരിച്ചിരുന്നുള്ളൂ? ഈ ഉണ്ണി കള്ളമാണ് പറയുന്നതെങ്കിൽ കൃഷ്ണൻ്റെ വായിൽ ഉറപ്പായിട്ടും ഒരു തരി മണ്ണെങ്കിലും കാണും. ആ ഒരു തരി മണ്ണ് തേടിപ്പോയ ആ അമ്മയ്ക്ക്
കൃഷ്ണനുണ്ണി വായി തുറന്നതും ഉള്ളിലേക്ക് എത്തി നോക്കിയ അമ്മ കണ്ടത് അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. എന്താ കണ്ടത്? ഈ വിശ്വത്തെ മുഴുവൻ കണ്ടു. പിന്നെയോ ഈ പ്രപഞ്ചത്തെ മുഴുവനും, ഇവിടെയുള്ള സ്ഥാവരങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും, എല്ലാത്തിനെയും, എല്ലാ ദിക്കുകളെയും, ആകാശത്തെയും, പിന്നെയോ പർവ്വതങ്ങൾ, ദ്വീപുകൾ, സമുദ്രങ്ങൾ, വായു, അഗ്നി, ചന്ദ്രൻ, നക്ഷത്ര സമൂഹങ്ങൾ, ഈ ഭൂഗോളത്തെ ഒന്നാകെ കണ്ടു. തന്നെയല്ല, വിശ്വം, സമസ്ത ലോകങ്ങളെയും ആ അമ്മ ആ ഉണ്ണിവായ്ക്കുള്ളിൽ കണ്ടു. അമ്മ യാതൊന്നാണോ തേടിപ്പോയത്? അത് കണ്ടില്ല എന്ന് തന്നെയല്ല, അതിൻ്റെയും പിന്നിലുള്ള ആ പരമാത്മ തത്വത്തെ, ആ പരമമായ സത്യത്തെ, ആ ശുദ്ധ സത്വ ബുദ്ധമുക്ത സ്വരൂപത്തെ കാണിച്ചു കൊടുത്തു ഭഗവാൻ ആ അമ്മയ്ക്ക്. ഇത്ര നാളും അമ്മ കണ്ടില്ലല്ലോ, അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ ആരാണെന്ന്. ഇതാ കണ്ടോളൂ അമ്മേ, അമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ ശകാരിച്ചില്ലേ, ആ അമ്മയ്ക്ക് ഞാൻ തന്ന ഒരു ഭാഗ്യമാണത്. അമ്മയ്ക്ക് എൻ്റെ കൃപ കൊണ്ടാണ്, എൻ്റെ ഒരു അനുഗ്രഹ കടാക്ഷം കൊണ്ടാണ് അമ്മയ്ക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ഞാൻ ആരാണ് എന്ന് അമ്മയ്ക്ക് അറിയുമോ? അതാ നോക്കിക്കോളൂ എൻ്റെ വായിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഭഗവാൻ താൻ ആരാണ് എന്താണ് എന്ന് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഇതിത്രയും തന്നെയല്ല, ഇനിയുമുണ്ട്. വായിൽ അമ്മ കണ്ട കാഴ്ചകളുടെ ആ ഒരു പട്ടിക നീളുകയാണ്. ഇത് അതിൻ്റെ ഒരു തുടക്കം ഇങ്ങനെ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇനിയും വരുന്നുണ്ട്. അമ്മ കണ്ടത് ഓരോന്നോരോന്നായിട്ട് ഇനിയും വ്യാസഭഗവാൻ പറയുന്നുണ്ട്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സാ തത്ര ദദൃശേ വിശ്വം ജഗത് സ്ഥാസ്നുചഖം ദിശ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം സവായ്വഗ്നീന്ദു താരകം. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് കട്ടിയുള്ള പദങ്ങളൊക്കെ, അതായത് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം, ഇവിടെ സാദ്രി, സ അദ്രി, ദ്വീപ അബ്ധി, ദ്വീപാബ്ധി അകാരം നീട്ടിയെടുക്കുക. അതുപോലെ സ വായുവഗ്നീന്ദു താരകം, സ വായു അഗ്നി ഇന്ദു, അപ്പോൾ സ വായുവഗ്നീന്ദു, അവിടെ ഇകാരം നീട്ടിയെടുക്കണം. അഗ്നി ഇന്ദു, അഗ്നീന്ദു താരകം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അവിടെ സർവത്രയുണ്ട്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി അടുത്തത് 38ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.